ഇനി തുടങ്ങണം. ദൈവമേ, ഇന്നും വഴി അറിഞ്ഞിടാത്തൊരു സായിപ്പ് ഒന്ന് വിടണേ. ചേട്ടാ, ഈ സുരാണെന്റെ എവിടെ അറിയോ? ഏത് സുര? വടിവാൾ സുര. ഓട്ടം പോവൂല. സുരേണ്ണന് എല്ലാവർക്കും കൂടെ പേടിയാടാ. നിങ്ങളെന്താ സുരേണ്ണനെ കാണണം? സുരേന്റെ ശിഷ്യന്മാരാവണം, വലിയ ഗുണ്ടകളാവണം. മുമ്പ് സുരേണ്ണനെ കണ്ട് പരിചയമുണ്ടോ? നിങ്ങൾക്ക് എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? നാട്ടിലൊക്കെ നമുക്ക് പുല്ല് വിലയാണ്. അവിടെ നിന്ന് മടുത്ത് ഗുണ്ടകളായിട്ടെ തിരിച്ച് നാട്ടിൽ ചെല്ലുമെന്ന് ശബ്ദത്തിൽ വന്നിരിക്കുക. അതിന് ഗുരുവായി സുരേണ്ണനെ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അത് ചേട്ടാ, നെറ്റിലേക്ക് തപ്പി നോക്കി. അധോലോക നാഗന്മാർ മൊത്തം ഹിന്ദിക്കാരന്മാരാ. അപ്പോഴേ നമ്മളാ ശ്രമം വിട്ടു. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു പേരേ പറയാനുള്ളൂ, വടിവാൾ സുര. ഇനിയപ്പ എത്ര കഷ്ടപ്പെട്ടാലും എത്ര പൈസ ചെലവായാലും അണ്ണന്റെ ശിഷ്യന്മാരായിട്ട് നമ്മൾ അടങ്ങോളൂ. എന്താ ഏട്ടാ? ഞാൻ മൂത്രമൊഴിച്ചിട്ടില്ല. ആ കണ്ട പേടിച്ച് മൂത്രമൊഴിക്കാൻ പോയതാ. ഇവന് സുരേഷ്, എവിടെയാണ് നീ? ഞാൻ വീട്ടിൽ ചൊറയും കുത്തി ഇരിക്കണേ. കുറച്ച് കഷ്ടപ്പെട്ടാ കുറെ കാശടിച്ച് പറ്റുന്ന ഒരു പരിപാടി പറയാൻ വിളിച്ചതാണ്. ഡേയ്, വടിവാൾ സുരയുടെ ശിഷ്യത്വം സ്വീകരിച്ച അടങ്ങോളെന്നും പറഞ്ഞ് അങ്ങേരെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2 എണ്ണം വന്ന് ഓട്ടേ കയറിയിട്ട്. നീ കുറച്ചാൾ സൂര്യയായിട്ട് അഭിനയിക്കണമെങ്കിൽ നമുക്ക് കുറെ കാശ് ഞെച്ചു ഓടാ. ജീവൻ വെച്ചുള്ള കളിയാ. അങ്ങേരങ്ങനെ പറഞ്ഞ മോന് കാറിന്റെ ലോൺ അടച്ച് തീർക്കണ്ടേ? വേണം. സുരേഷേ, റിസ്ക് എടുക്കാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. നീ കുറേ നാൾ നാടകത്തിലൊക്കെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. വേറെ ഒന്നുമില്ലടാ, സുരേഷ് കുറച്ച് നാൾ സൂര്യയാകുന്നു. ഞാൻ ദാ ഇപ്പോൾ അവന്മാരെ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും. ബാക്കിയൊക്കെ നീ ഡീൽ ചെയ്തോ. ഓക്കെ, ശരി. ആ കാണുന്നതാണ് സുരേൻ്റെ വീട്. പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. സൂര്യന് ഇതൊന്നും ഇഷ്ടമല്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എവിടെ കൊണ്ടാക്കിയത് ഞാനാണെന്ന് പറയല്ലേ പൊന്നെ. ഇല്ലണ്ണ. എത്രയാണ്? അവർ 60 രൂപ എടുത്തു. അറിഞ്ഞെടുത്തോളം സുരേണ്ണാണ് പെസ കാണും. എൻ്റെ കോമാളി വേഷം കണ്ടിട്ടേ നിങ്ങൾക്ക് ആദ്യം പിടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഇത് മൂരി മാറ്റിയേക്ക്. ഇതിന്റെ ഭാഗ്യ ചേട്ടാടാ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. ഓ, ഇനിയിപ്പോ ഞാനായിട്ട് അത്രയെടുത്ത് കളയാൻ ഷർട്ട് മാറണമെങ്കിൽ ഷർട്ട് മാറാം. ഇത് കണ്ടിട്ട് ഗുണ്ടര വീട് കണക്കില്ലല്ലേ? നീ അതിന് മുമ്പ് ഗുണ്ടന്റെ വീട് കണ്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ സങ്കല്പത്തിൽ ഇവിടെ ഒരു ടെറർ വീടായിരുന്നു. ഇവന്മാർ ഇത്ര പെട്ടെന്ന് എത്തിയ മുട്ടി നോക്കാം. എന്ത് കൊട്ടേഷനാ? കയ്യോ കാലോ? അയ്യോ ആശാനെ, നമ്മള് കൊട്ടേഷനൊന്നും വന്നതല്ല. നമ്മൾ ആശാന്റെ ശിഷ്യന്മാരാവാൻ വേണ്ടി വന്നതാ. എനിക്കൊരുത്തന്നെ വിശ്വാസമില്ല. എനിക്കൊരു ശിഷ്യന്റെ ആവശ്യമില്ല. എന്ത് മനസ്സിലായില്ലേ? വിട്ടു പോ. അയ്യോ ആശാനെ, നീ ഇത് കണ്ട? രോമാഞ്ചം. എന്ത് ആറ്റിറ്റ്യൂഡാണ് അങ്ങേർക്ക്. താനീ ഒറ്റ. ഇനി വേറെ ഒന്നും നോക്കാനില്ല. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഡൺ. മലയോടെ വരണേ. കൃത്യ സമയത്ത് പണിശല്യത്തും ഒരാളേ ഉള്ളൂ. അത് ബംഗാളിയായിരുന്നു. ഇവനൊക്കെ ആകുമ്പോൾ 500 രൂപയും ഒരു പാക്കറ്റ് ബീഡിയും കൊടുത്താൽ എന്ത് പണി എടുത്തോളൂ. എനിക്ക് പണി തീർന്ന് പെട്ടെന്ന് പോണം ചേട്ടാ, ഇല്ലേ മുതലാളി ചൂടാവും. എന്തിനാണിങ്ങനെ? നിന്നെ വിളിച്ചത് മെറ്റിൽ നോക്കാൻ വേണ്ടിട്ടല്ല, കുറച്ചേരത്തേക്ക് തല്ലുള്ള വേണ്ടിട്ടാ. സല്ലുകൊള്ളാനൊന്നും പറ്റൂല ചേട്ടാ. തല്ല് കൊള്ളണ്ട, അഭിനയിച്ചാൽ മാത്രം മതി. നീ ശരിക്കും സല്ലല്ലേ ചേട്ടാ? ശരിക്കും സല്ലില്ല ചേട്ടാ. എപ്പോഴാ ഞാൻ സല്ലു കൊള്ളണ്ടേ? നിനക്ക് സിഗ്നൽ തരാം, അപ്പൊ നിന്നങ്ങോട്ട് മേടിച്ചാൽ മതി. നീ അണ്ണ പറഞ്ഞാൽ പോയി നോക്കിയാണ്. ഇവന്മാർ എന്തൊരു ഭ്രാന്ത് കാണിക്കുന്നത്? മൈൻഡ് ചെയ്യണ്ട.
പെട്ടുപോകും. അങ്ങനെ കണ്ടില്ലെന്ന് തോന്നണ്ട. ഭയങ്കര ഇമ്പ്രസ് ആയില്ലടാ. മതി. ഇതിപ്പോ 2-3 ദിവസമായി അവന്മാർ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഗുണ്ടായുധം കാണിച്ചു തുടങ്ങി. ആ സബാഷ്, ഇങ്ങനെ വേണമെങ്കിൽ സുരേണം തന്നെ നമ്മളെല്ലാം വേണ്ടി പട്ടിക്കിട്ടു. അതിനിപ്പോ ഞാൻ തിരികെ എന്ത് ചെയ്യാനെന്നാ? ഇവന്മാർ നാളെ തന്നെ പിടിച്ച് ശിഷ്യന്മാരായിക്കോ. ആത്മാർത്ഥമുള്ളവന്മാരെ പറ്റിക്കാനും എളുപ്പമാണ്. 500 രൂപയ്ക്ക് ഒരു ബംഗാളി സെറ്റ് ചെയ്തു. അവൻ ആശുപത്രി നടക്കാൻ 2000 രൂപ ചെലവ്. ഇനി എത്ര രൂപ ചെലവാവോ എന്തോ. ഡേങ് വന്നാണ് എന്നെ ഇമ്പ്രസ് ചെയ്യാനേ വല്ലവനെയൊക്കെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞില്ല. നാളെ തന്നെ വന്ന് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തു. ഓക്കെ. ഓ നീ ഉറങ്ങിയാലോ? ഇല്ല, എന്തേ ഉറങ്ങാത്തെ? ഗുണ്ടയായിട്ട് നാട്ടിൽ ചെന്നിട്ട് അവളെ അച്ഛനെ പണിക്കിടുന്നത് ആലോചിച്ച് കിടക്കായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. നീ ഇത് പറഞ്ഞാണ് ഞാൻ ഉറങ്ങാന്ന് വെച്ചാ. അല്ല, പിന്നെ നാളത്തെ കാപ്പി എന്തോന്ന് ഡിസ്കസ് ചെയ്യാനായിരുന്നു. പുട്ടുണ്ടാക്ക്, തള്ളി മറിക്കാം. ഫസ്റ്റ് റൂൾ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്നോ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുകയാണെന്നോ ആരോടും പറയരുത്. റൂൾ നമ്പർ 2, എൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ വിരട്ടുകയോ ഒന്നും ചെയ്യരുത്. റൂൾ നമ്പർ 3, തെറ്റിദ്ധാരണകൾ വീഴരുത്. ഞാനല്ല ഒറിജിനൽ സുര എന്ന് വരെ പറഞ്ഞിടക്കുന്ന നുണയന്മാരുടെ നാടാണ്. വിശ്വാസം ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കോളാം. 4-മത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ പരിശീലനത്തോടൊപ്പം കഠിനമായ ഫീസ് ഈടാക്കുന്നതാണ്. എന്താ എല്ലാവരോടും സമ്മതം. സുരേഷ്, നീ ഭയങ്കര പെർഫോമൻസ് ആണെന്ന് അറിഞ്ഞല്ലോ. എന്തായാലും കൊള്ളാം, അവൻ ശരിക്കും വിശ്വസിച്ചേട്ടാ. അതല്ലേ ഭാഗ്യം എന്ന് പറയണത്. അതിലൊരുത്തൻ അടിമക്കണ്ടും മറ്റൊരുത്തൻ ഭയങ്കര പാചകവും. വീട്ടിലെ എല്ലാ പണിയും നടക്കുന്നുണ്ട്. അവന്മാരെ പിഴി തന്നെയല്ലേ. വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായുള്ള ബേസ് ട്രെയിനിങ് ആരംഭിക്കുകയാണ്. കാണുന്ന കല്ലുകളുണ്ട്, അത് അവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയി. ഓക്കെ ഓക്കെ ബോസ്. ഓക്കെ ഏട്ടാ, എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. പിള്ളേർ റെഡിയാണ്. നടു പോയല്ലടാ. നാട് പോയെങ്ങനെ എന്താ? ബോഡിക്ക് ഇപ്പം നല്ല എനർജി തോന്നുന്നുണ്ട് അല്ലേടാ? ഉറങ്ങിയ നടു ഈ കല്ലുമുക്കണ പണിക്കാരെ ഇവിടെ കിട്ടുമെന്നായിട്ട് വാടകയ്ക്ക് എടുക്കാൻ വന്നാ. അണ്ണാ, എനിക്കൊരു സംശയം. അണ്ണനെ നേരെ ഏത് നിമിഷം ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണോ അണ്ണ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, എനിക്കൊരു അനിയനും കൂടെ ഉണ്ടായിരുന്നു. അവൻ കൊച്ചിലെ നാട് വിട്ട് പൊക്കളെ. പേടിച്ചിട്ടാണ്? പേടിച്ചിട്ടല്ല, അവന്റെ പൊരിച്ച മീനൂടെ ഞാൻ എടുത്ത് കഴിച്ചെന്നും പറഞ്ഞ് ബോംബെക്ക് പൊക്കളെ. കഷ്ടം. പിന്നെ ഇതുവരെ വന്നില്ല. അതിന്റെ വിഷമത്തിലേ നിന്റെ പൊരിച്ച മീനൂടെ ഞാൻ എടുക്കണേ. ചിരിത്താടാ. അച്ഛറിയില്ല. പിന്നെ പിള്ളേർ ഒടുക്കത്തെ പെർഫോമൻസ് അല്ലേ. പരിശീലനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി 3000 രൂപ പൊട്ടി ഉടനെ തന്നെ അടങ്ങി. ആദ്യമായി ഫിസിക്കൽ ഫിറ്റ്നസ്. അവന്മാരെ പോക്കണ്ടിട്ട് എനിക്ക് പേടിയാവണേ. ഡെയിലി ഒരു ഗുണ്ടാപ്പണം കണ്ടിട്ട് കിടക്കുള്ളൂ അവന്മാര്. ഓഹോ, 2 കൽപ്പിക്കാനല്ലേ? നീ പേടിക്കണ്ട, അവന്മാരെ ഒഴിവാക്കാനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്.
എനിക്കതല്ലടേ പേടി. ആ സുരേണ്ണന്നല്ലോ പറഞ്ഞ. ഡാ അങ്ങേര് കുറെ ആളോണ്ട് ജയിലല്ലേ, ആ കാര്യം അങ്ങ് വിട്ടേരാ. സുരലോക ജലധാര ഒഴുകി ഒഴുകി സുരേണ്ണന്റെ സത്തം. ആൺമാറാട്ട കേസിലെ പ്രതി പിടിയിൽ. അണ്ണാ, വലിയ സ്വപ്നം കണ്ട് നിങ്ങളെ തേടി നാട് വിട്ടുവന്ന പയ്യന്മാരാ നമ്മൾ. നമ്മളോട് ഇത് കണ്ടായിരുന്നു. നിങ്ങൾ നമ്മളെ ഇങ്ങനെ പറ്റിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇനി ആരും ഇങ്ങനെ പറ്റിക്കപ്പെടരുത്. ഇത് ഞങ്ങളാ ബോസ്. ഫോണിൽ കൂടി ആരുടെ പേടിയുണ്ടെന്ന് പറയുന്നത് കേട്ട് കാവൽ നിന്നതാ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഉമ്മാരെ കൊണ്ട് തോറ്റ്. ഞാൻ ഇനി ഉറങ്ങണില്ല. ഇതെന്താ ഞാനത് എന്നെ കണ്ടൂടെ ഞാൻ ബോട്ട് അടിക്കണം? ചൂടാവില്ലേ? എന്നെ കോപ്പ നീയല്ലേ പറഞ്ഞോടെ വിറവും കൊള്ളിയൊന്നും ഇല്ലെന്ന്. എന്നെ കണ്ടൂടെ ഞാൻ എന്തോ ചെയ്യണം? അതിനെ അടുപ്പത്ത് വരെ മാത്രമല്ല ചോറാവൂല. സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇത്ര തീർന്നോ? ഓ, നമ്മൾ പറഞ്ഞ അണ്ണ പട്ടിണി ഇരുന്നാണ് തോന്നുന്നത്. ഒടുക്കത്തെ തീറ്റ തന്നെ. എടാ കളിയാക്കല്ലടാ, ഈ ഗുണ്ടകളൊക്കെ ഭക്ഷണപ്രിയടാ. എനക്കത് അറിഞ്ഞൂടി? എനിക്കറിഞ്ഞൂടെ, ഞാൻ ഗുണ്ടായില്ലല്ലോ. ആ അതാണ്. അല്ല നീ ഇതിലെ എങ്ങോട്ട് പോയാ? അതാ അപ്പുറത്തൊരു ചേച്ചിക്ക് രസത്തിന്റെ റെസിപ്പി പറഞ്ഞെടുക്കാൻ പോയതാ. എന്നതാ ആ ചേച്ചിക്കോ? എടാ ഭയങ്കര. അടുത്തോടെ പോകുമ്പോ എന്നോട് കൊണ്ടോടാ. എന്തിനി? ഞാന് ഇടയ്ക്കൊക്കെ രസം വയ്ക്കും. ആ രസം വേണ്ട കേട്ടെ. സമയം കളവ് സാധനങ്ങൾ അടിച്ചിട്ട് വരാം. എന്താ ഇത് നിനക്കുള്ളോ? നല്ല സൂപ്പർ കാര്യം. എന്തൊന്ന് കളറുടെ ഇത്? നിന്റെ മാമ ഗൾഫിൽ നിന്നുണ്ടോ? കയ്യിലാണ്. എന്തിനാണ്? ശരിക്കും നിനക്ക് ഇതിന്റെ വില എത്ര അറിയോ? എനിക്കറിയാം. എടാ മോനെ, 100 രൂപ മലക്കറി. വെണ്ടയ്ക്കൊക്കെ ഇത്രയും ചെറുതായടേ. വെണ്ടയ്ക്ക് ഇത് കോവയ്ക്കാണ്. കോവയ്ക്കും വെണ്ടയ്ക്കും തിരിച്ചറിയണ്ടാത്ത കോവയ്ക്കായിരുന്നു. ആ ഇതെടുക്കാം. നമുക്ക് രസം ഉണ്ടാക്കണ്ടേ? മറ്റു ചേച്ചി ഇമ്പ്രസ് ചെയ്യാൻ. കത്തിരിക്ക വെച്ച് രസം. നീ തൊട്ടുപോലും ഒന്നിലും. ഞാൻ മേടിച്ചോളല്ല. നീ വലിയ പാചകരെ ഓടെ. ചേട്ടാ, ഈ പൊതു സ്ഥലത്ത് സിഗരറ്റ് വലിക്കല ചേട്ടാ, ക്യാൻസർ വരും. പൈസ ഇടും. ആ പോവാ. ഏതൊരാവന്മാര്? അതാ സുരേഷ് അണ്ണന്റെ വീട്ടിൽ താമസിക്കുന്ന ചേട്ടന്മാരാ. ഓ, അപ്പൊ വരുത്തന്മാരാണല്ലേ? നീ ക്യാൻസറിനെ വിഷയം ചേട്ടൻ ചോദിക്കുന്നു. അങ്ങേരെന്താ ഇവിടെ? നിനക്ക് നന്നേറെ നിൽക്കണായിരിക്കും. ആയിരിക്കും. നീയൊക്കെ അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നല്ലോ. നീ ഏത്? നീ ആരടാ? നീ എടുക്കടാ. തല്ലാൻ തോന്നണ്ട. ഇല്ലേ, ആ ഗ്രൗണ്ടിലോട്ട് വന്നാ ചേട്ടാ. നിന്നെ എടുത്തോളാ പട്ടി. പോയി അതിന് മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. മലക്കറിയാ? അത് നനഞ്ഞു പോയി. എന്റെ അവനൊരു നന്മവരെ വന്നേക്കണം. അവന് ക്യാൻസർ വന്നാൽ നിനക്കെന്ത് കുഴപ്പം? എന്റെ കുഞ്ഞമ്മേരെ മോനെന്നുണ്ടല്ലേ. ശരിയായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു, വെറുതെ പോയി പണി മേടിച്ചു. നിനക്ക് ഇടിക്കണ? ഫസ്റ്റ് ഒന്ന് കൈ വാങ്ങിയപ്പോ എന്റെ കൂടെ മുത്തം വയ്ക്കാൻ വേണ്ടി കുളത്തിൽ ചാടിയവനാ. അടിക്കാൻ വന്ന് പോടട്ടെ. നിനക്ക് ശരിക്കും ഇടിക്കണോ? അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. അണ്ണ പുഷപ്പ് എടുക്കുകയാണ് തോന്നുന്നു. ഇപ്പൊ പോണോ? നീ വാടാ, ഞാൻ നിൽക്കുകയല്ലേ. ഇതൊക്കെ എന്ത് അണ്ണാ? ഓ, ഇവനെന്തോ പറഞ്ഞത്? എന്താടേ? എന്നാ പുഷപ്പ് എടുക്കരുത് അണ്ണ. ഇല്ലടേ, അവിടെ ഒരു തേങ്ങ വീണ്. എങ്ങനെ എടുക്കുമോ നോക്കായിരുന്നു.
അല്ല നിങ്ങൾ സാധനം മേടിക്കാൻ പറ്റും, സാധനം മേടിച്ചില്ലേ? എന്നാ കൊണ്ടുവന്നാ. അതല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന്. ഒരു സൂപ്പർ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അതെന്നാ ഒരുത്തന്റെ കയ്യും കാലും തല്ലി പിടിക്കണം. 10,000 rupees ആണ് ഫീസ്. അതെ 15,000 രൂപ. 15,000 രൂപ ഉണ്ടോ? എന്നാലും എനിക്കൊന്ന് ആലോചിക്കണം. നിങ്ങൾ ചേട്ടനെങ്കിൽ വാ തുറക്കില്ല. 5,000 രൂപ കൂട്ടി പറഞ്ഞിരിക്കുന്നു തെണ്ടി. ഒന്ന് സമ്മതിക്കണ പ്ലീസ്. നമ്മളെ പ്രസ്റ്റീജ് ആണ് പ്ലീസ് അണ്ണാ. എന്നാലും ഒരുത്തന്റെ കൈയും കാലും ഒക്കെ അടിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ ചെറിയ കൊട്ടേഷൻ ഒന്നും എടുക്കാറില്ല. എന്നാ ഒരു ചീട് പയനാണ് അണ്ണന്റെ കഷ്ടത്തിച്ചെടുക്കാനുള്ള കേസുകളില്. അണ്ണ അവൻ തിന്ന് തന്നാ മതി. അല്ല നിന്ന് തന്നാ മതി. ബായി കാര്യം നമ്മളെ ആറ്റി. തിന്നണ കാര്യം പറഞ്ഞപ്പോഴാണ് പോയി ചോറ് വിളമ്പി പോയി. ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. അങ്ങനെ തിന്നണ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളെ കാര്യം നടന്നാൽ മതിയായിരുന്നു. അയ്യോ അവനെ വിളിക്കട്ടെ. നല്ല സൂപ്പർ കരിക്ക് എറിഞ്ഞിട്ടാലാ. ഇവ എന്താ ഈ സമയത്ത്? ഡേയ് അവന്മാരൊരു കൊട്ടേഷനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ സൂപ്പറാണ്. കൊട്ടേഷനാ? ഓടേ ഒരുത്തന്റെ കൈയും കാലും തല്ലി പിടിക്കണം. 15,000 രൂപ കിട്ടും. കാറിന്റെ 2 മാസം അടവടയ്ക്കാം. 15,000 രൂപ? ഡേ ഒന്നും ചെയ്യണ്ട, ഞാൻ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അവന്മാർ ചെയ്തോളാണ് പറഞ്ഞിരിക്കണം. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഏറ്റോ. അത് പറ്റൂല. നീയുള്ള ധൈര്യത്തിലാണ് ഞാൻ ഏറ്റെടുത്തത്. രാത്രി വാ, പ്ലാൻ ചെയ്യാം. ഓക്കെ രാത്രിയല്ലേ, നീ ധൈര്യമായിട്ടിരി, ഞാൻ അങ്ങ് എത്തിയേക്കാം. പിന്നെ ഫോട്ടോ അടിക്കാനേ എനിക്ക് കൈ വേണം, ഒന്ന് പോടാ. ശേ കിട്ടണമില്ലല്ലോ, ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അവൻ പോയി, അവൻ മുങ്ങിയെന്ന് തോന്നുന്നു. അണ്ണ ഇവിടെ നിൽക്കായിരുന്ന നമ്മളെ എവിടെയൊക്കെ തപ്പിന്നറിയോ? എന്തൊരു കാര്യം? നാളത്തെ കൊട്ടേഷൻ വേണ്ടി ഒരു സൂപ്പർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ വല്ലതും നടക്കൂടെ? ഞാൻ ബിടെക് അണ്ണ നടത്തിയിരിക്കും. നടന്നാ മതി. വാ അണ്ണ. ഉമ്മാരിനി എന്തൊരു പൊക്കി പിടിച്ചോണ്ട് വരണ അണ്ണ, ഇതാണ് നമ്മളെ പ്ലാൻ. ഓ പേടിച്ചിട്ടാണ്, ഒന്നും കാണാൻ വയ്യ. നീ ബിടെക് ജയിച്ചായിരുന്നു? എങ്ങനെ ചെയ്യും? ഇതിലൊന്നും കാണാനില്ലല്ലോ. അതിപ്പോ കാണിച്ചിട്ടണ്ണ. ഇതെന്തോന്നു മൂത്രത്തിക്കല്ല? അല്ല അണ്ണ, ഇതാണ് 15,000 രൂപ മുതൽ. അതെ, ഇവന്റെ കൈയും കാലുമാണ് നമ്മൾ തല്ലി പിടിക്കേണ്ടത്. കൊള്ളാം. എന്നിട്ട് നമ്മൾ 3 പേരും കൂടി നടന്നിരുന്ന അവന്റെ അടുത്തേക്ക് ചെല്ലും. നമ്മൾ നടക്കണേ, നീ നമ്മൾ കാറിൽ പോയിക്കൂടെ? ശരിയാണ്, കാർ എടുക്കാല്ലേ. നമ്മൾ കാർ എടുക്കുന്നു, നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇനി എന്തോന്ന്? നിനക്ക് ലൈസൻസ് ഉണ്ടോ? എന്നാ ഞാൻ ഓട്ടിച്ചോടാം. ഇതെന്തോന്നു? ഇതിന്റെ ഒരു മാസം വരെ കറക്കിരുത്തോണ്ടി. ഓക്കെ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അണ്ണനെ പറ്റി ഒരു മാസ് ഇൻട്രോ കൊടുത്തെടുക്കുന്നു. അത് കേട്ടുടനെ അവൻ എന്ത് കാറ്റുപോയാ? അല്ലണ്ണ, പേടിച്ച് മൂത്രം പോയതാ. ബാക്കി അണ്ണന്റെ കയ്യിലാണ്. അല്ലണ്ണ, അണ്ണൻ കാറിൽ നിന്നിറങ്ങുന്നു. അണ്ണനെ കണ്ടുടനെ അവൻ ചെയ്തു പോയ തെറ്റോർത്ത് കരഞ്ഞ് കാല് പിടിക്കുന്നു. കരഞ്ഞ് കാല് പിടിച്ചതിന്റെ പേരിൽ മാത്രം അവന്റെ ഒരു കൈ തല്ലി പിടിച്ച് നമ്മൾ അവനെ വെറുതെ വിടുന്നു. അപ്പൊ പൈസ അത് പിന്നെ കമ്മല് പണയൊക്കെ സമയം എടുക്കൂലേ? അല്ല, കയ്യോടെ തരും. അത് മതി. എങ്ങനെയുണ്ടെന്നാ പ്ലാൻ? മുണപ്പായിട്ടുണ്ട്. അല്ല, നല്ല മനോഹരായിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മൾ നേരത്തെ കിടന്നിറങ്ങാം അല്ലേ? അണ്ണ ഉറങ്ങല്ലേ അണ്ണ? നിങ്ങളെന്റെ വണ്ടി കൊണ്ട് പറമ്പിട്ടേക്കേ, നാളെ പോണ്ടേ? ഞാൻ ഷെഡിൽ കെട്ടിട്ട് ഉറങ്ങാം. ആരടേ? ചാത്തനാടാ, പെട്ടെന്ന് വെള്ളം ഇറക്ക്. എന്താണ് പെട്ടെന്ന്? ആറ്റി താത്ത വെച്ചിരിക്കണ ആ കുപ്പിഞ്ഞ് എടുക്കാടാ. വല്ല കോളം ഒത്താണോ? കോളൊന്നും അല്ലടാ, നാളെ സുരേണ്ണ ഞെത്തല്ലേ? സുരേണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ? വിജയ, നീ ആര്? തെങ്കാശിപ്പെട്ട ലാല. എന്താ ഇങ്ങനെ ഡ്രസ് ചെയ്ത കുഴപ്പമുണ്ടോ? അങ്ങോട്ട് വാടേ.
നിങ്ങൾ റെഡി ആയില്ലേ? എന്തിന് നമുക്ക് പോണ്ടേ? പോണോ? പിന്നെ ഇങ്ങോട്ട് വാ, അങ്ങോട്ട്. അണ്ണനെ കാണാനില്ലല്ലേ? ഇന്നവ ഇടികൊണ്ട് ചോരും. ആ വീഡിയോ കൊണ്ട് പിരിനടക്കണം, എനിക്ക് കാണണം. അണ്ണൻ വന്ന അണ്ണ പോവാൻ നമുക്ക്. ലെറ്റ്സ് ഗോ. എന്തോന്ന് പാട്ടടേ ഇത്? കണ്ട അണ്ണന് പാട്ട് ഇഷ്ടപ്പെട്ടില്ല. നീ മറ്റേ സൂപ്പർ പാട്ടോടി കൊടുത്താണ് നിന്റെ. അടിയുടെ ഇടിയുടെ വെടിയുടെ മുമ്പിൽ കൂളായി നിൽക്കും സൂര്യ, ഗുണ്ടകളെല്ലാം തൊഴുത് വണങ്ങും ഡോണ നമ്മുടെ സൂര്യ. ഈ വമ്പനുടഞ്ഞാൽ കൊമ്പൻ പോലും മുന്നും പിന്നും നോക്കാതോടും അസുരഗണങ്ങൾ പോലും സൂര്യയുടെ മുന്നിൽ നിന്നാൽ തൊഴുതൊരു നിൽപ്പാണേ. ദേവരുന്നു സൂര്യ സൂര്യ, വഴിമാറിക്കോ വടിവാൾ സൂര്യ. ദേവരുന്നു സൂര്യ സൂര്യ, വഴിമാറിക്കോ വടിവാൾ സൂര്യ. ചേട്ടായി, ചേട്ടായി, ആ ഇവിടെ നിൽക്കായിരുന്നു. എത്ര നാളിവിടെ കാണും? പരോളെന്ന പേരേ ഉള്ളൂ. MLA കൊട്ടേഷൻ കഴിയുമ്പോൾ തിരിച്ചു പോവേണ്ടി വരും. കഴിഞ്ഞ കാലം തടിച്ചിട്ടുണ്ടല്ലോ, എന്നെ എന്താ കാണണമെന്ന് പറഞ്ഞു? നിന്റെ പെണ്ണ് കേസ് ഒഴിവാക്കി ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. കോൾഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി തന്നെ, പക്ഷെ അവൻ്റെ അണ്ണാക്കി പൈസ എല്ലാം കൊടുത്താലേ ഇത് കൊതുക്കാൻ പറ്റൂ. പിന്നെ നീ എൻ്റെ പേര് പറഞ്ഞ് കൊട്ടേഷൻ പിടിക്കുക ഇപ്പം നിർത്തിക്കോണം. ആ വാ, ചാത്തനിട്ട് പേരെന്താ അടിച്ചിട്ട് വരാം. ഓ വേണ്ട. ഡേയ്, ഈ വണ്ടി പൊളിക്കൂ. ഇതിന്റെ മാസം അണ്ണ ഫസ്റ്റ് അണ്ണൻ കാര്യത്തിന് ഇരുന്നാൽ മതി, നമ്മൾ മാസം ഇൻട്രോ കൊടുത്തിട്ട് വിളിക്കാം. പൊതുസ്ഥലത്ത് പുകവലി പാടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തല്ലുവല്ലടാ. കാറിൻ്റെ അകത്തിരിക്കണ ആരാണെന്ന് എനിക്കറിയാമോ? പേര് കേട്ടാൽ നീ ഞെട്ടും. കാറിൻ്റെ തേവനാണെങ്കിൽ എനിക്ക് അവനാ ഞങ്ങളുടെ അണ്ണൻ, തല സാക്ഷാൽ സുര, വടിവാൾ സുര. ഞാൻ ആരാണോ നിനക്കറിയാമോ? നീ ആരാ? നീയൊക്കെ പറഞ്ഞില്ലേ സുര, വടിവാൾ സുര. ആ സുരയുടെ അനിയൻ ഷിബു, ചെങ്കീരി ഷിബു. ഷേ സുരേണ്ണന്റെ അനിയനായിരുന്നു. ഇന്നലെ ആളറിയത് പറ്റിപ്പോയതാ, പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല കേട്ടാ. എത്ര സിഗരറ്റ് വേണോ വലിച്ചോ, ആരും ഒന്നും ചോദിക്കാൻ പോണില്ല. പക്ഷെ ഇനി പൊരിച്ചമയം കിട്ടിയെന്ന് പറഞ്ഞ് നാട് വിട്ട് പൊക്കളല്ലേ, അണ്ണന് സങ്കടാവും. എത്ര പൊരിച്ചമയം വേണോ ഞാൻ ഉണ്ടാക്കി തരാം, ഞാൻ സൂപ്പർ കുക്കാണ്. ബോംബെക്ക് നാടോട്ട് നിങ്ങളെ പൊരിച്ചു വന്ന നിങ്ങളെ അനിയൻ വന്ന എന്നെ പറ്റിക്കാൻ വേറെ അതാരും ബോംബെ വന്നതാ. പേരെന്തേര്? സുരേലണ്ണ ഷിബു, അങ്ങനെയാ പേര് പറഞ്ഞേ. നിങ്ങൾ അനിയന്റെ പേര് നിങ്ങൾ ഇത്ര മറന്നുപോയത്. എടാ അതല്ല പൊട്ട, തോ വരുന്നതാണ് സൂര്യ, ഒറിജിനൽ വടിവാൾ സൂര്യ. നിങ്ങൾ എന്തോന്നാണ് ഈ പറയണേ? ഞാൻ ഒരു സത്യം പറയട്ടെ, ഇത്രയും നാൾ നിങ്ങളെ പറ്റിക്കായിരുന്നു. ആരാടാ അവൻ? എന്നെ തല്ലാമെന്നതാ. അണ്ണാ ഞാൻ ഇനി സത്യം പറയട്ടെ അണ്ണാ, ഇത് അമ്മ കിട്ടിയ കൊട്ടേഷൻ അല്ല അണ്ണാ, ഇത് നമ്മളെ പിടിച്ച ഏടിയാണ്ടാ. നീയൊക്കെ എന്നെ കൊലയ്ക്ക് കൊടുക്കുമല്ലേടാ. സുരേര അനിയെ തല്ലാൻ നീ വളർന്നോടാ നീ. സൂര്യ ഏത് സൂര്യ? അണ്ണൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെയുള്ള കുറെ ഉടയപ്പുണ്ടെന്ന്. ഈ അപ്പൊ ഞാൻ പിന്നെ തല്ലിയിട്ടേ പോകുന്നുള്ളൂ. വടിവാൾ സുരേര അനിയെ തല്ലാനാണോ നീ? ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്കെങ്കിലും രക്ഷപ്പെടാം. വാ അണ്ണാ, അവനെയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയ, അവനെയും കൊണ്ട് തിരിച്ചു വരുള്ളൂ.
ഇതെല്ലാം എൻ്റെ തെറ്റാണെന്ന്. അപ്പൊ നീയാണല്ലേ ഓമോരെ സുര. ഓരോരോ തൊഴുമ്പ് പിഞ്ഞാണങ്ങളെ വേണ. അവരെ കിട്ടിയത് പോരാ ചേട്ടാ. നീ എൻ്റെ മോളെ നശിപ്പിച്ചല്ലേടാ. കോടതിയും പോലീസും എനിക്ക് നീതി നിഷേധിച്ചു. നീ തകർത്തത് എൻ്റെ സ്വപ്നങ്ങളായിരുന്നു. ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ചേട്ടാ ഓടി രക്ഷപ്പെട്ടോ, ഇവിടെ നിൽക്കണ്ട. അതെ ചേട്ടാ, വേഗം രക്ഷപ്പെട്ടോ. ഇല്ല ഇല്ല, നിങ്ങൾ രക്ഷപ്പെട്ടോ. ചെല്ല് ചെല്ല്. അയ്യോ, എന്നിട്ട് അയാൾക്ക് എന്ത് പറ്റി? അയാൾ പോലീസിന് കീഴടങ്ങി. അപ്പൊ വടികൾ സുരയാ തലക്കടിയിട്ട് വട്ടായെന്ന് അറിഞ്ഞേ. എന്തോന്നറിയത്, എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവും. അതെ, എല്ലാം ഈ തെണ്ടി റേഡിയായിരുന്നു. ഗുണ്ടയാവണം, കാമുകിയുടെ അച്ഛനെ പഞ്ഞിക്കിടണം, ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടോ ഒന്നും പറ്റാതെ അങ്ങ് തിരിച്ചെത്തിയത്. സിനിമ പോലെയല്ല ജീവിതമെന്ന് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഏയ്, നീ ഇതിവിടെ അടുത്ത് പണം നടക്കല്ലേ. നമ്മളെ കോയമ്പത്തൂർ ജോലി അന്വേഷിച്ച് പോയിരിക്കുന്നതാണ് നാട്ടുകാർ വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവന്മാര് പറഞ്ഞാ ഞാനേ വിശ്വസിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇനി നാട്ടുകാർ. നീ വല്ലതും പറഞ്ഞായിരുന്നാ? അല്ല, ഞാൻ അടുത്തും പറയത്തില്ല എന്ന് പറഞ്ഞതാ. രാവിലെ അരി പൊടിപ്പിക്കാൻ മില്ലി വെച്ചേക്കായിരുന്നേ, അത് ഈ തള്ളി പൊടിഞ്ഞ് കിട്ടിക്കാണും. അല്ല, ഞാൻ അരി പൊടിപ്പിച്ച് എടുത്തിട്ട് വരാന്ന് പറഞ്ഞതാ. അപ്പൊ ശരിയെന്ന്. അവനിത് പാട്ടാക്കോ? അവൻ ഈ കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ, വേറും പൊട്ടനാ. അതാ ഒരു സമാധാനം. നിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ. ആടാ, എനിക്കിപ്പോ തീരെ ഉറക്കമില്ല. അതെന്ത്? ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ച ആ ഷിബുവിന്റെ മുഖമാ മുന്നിൽ. ഒന്ന് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരണില്ല. 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല. അപ്പൊ നീ ഷിബുവിന് സ്വപ്നം കാണാറുണ്ടോ? ഞാൻ ഷിബുവിനല്ല കാണണത്, രഘുവിനെയാണ്. അതേത് ഗുണ്ട? ഓരോ പുതിയ ഏണിയും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കാനല്ലേ? അത് ഗുണ്ടല്ല, അവളുടെ അച്ഛനെ. അവളെ ഫോൺ വീട്ടിൽ തൂക്കി. അവളുടെ അടുത്ത് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഞാനേ ഐഡിയ പറഞ്ഞ് തിരക്കം നിർത്തി. എപ്പോഴാണ് വീട്ടിൽ പോലീസ് അന്വേഷിച്ച് വരണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോഴാണ് അവൻ്റെ പുതിയൊരു പെണ്ണിയാസ്. ഞാൻ പോവേണ്. വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഇവളിതെവിടെ പോയി കിടക്കണു? മുറ്റത്ത് ഇത്രയും ചവറ് കിടക്കണു. ഇവക്ക് തൂക്കാനെങ്കിലും ഒന്ന് വന്നൂടെ ദൈവമേ. തനിങ്ങോട്ട് വന്നേ. ഈശ്വരാ, പിടിച്ച്. പോലീസാണെന്ന് തോന്നുന്നു. എന്തായിരുന്നു പരിപാടി? അല്ല സാറേ, മൂത്രം വയ്ക്കാം സാറേ. മൂത്രം ഒഴിക്കണം? തനിക്ക് ഗണേശ് എന്ന് പറഞ്ഞ ആളെ വീട് അറിയാം? ഏത് ഗണേശ് സാറേ? അഡ്രസ് ഉണ്ടോ? ഗണേശ് തെക്കേ ഞാറ്റടി വീട്, ശാർക്കര. അറിഞ്ഞൂടെ സാറേ? അറിഞ്ഞൂടെ? ഇവിടെ നിന്ന് നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞ് 4ാമത്തെ വീട് സാറേ. പിന്നെന്താ നിനക്ക് ആദ്യം പറയാൻ ഒരു മടി? നിന്ന് കിടക്കാതെ വീട്ടിൽ പോടാ. അയ്യോ രഘു,
ഈശ്വര, ഇത് പോലീസ് തന്നെ. അവനെ പിടിക്കാൻ വന്നു. ആ തെണ്ടിയെ പിടിച്ച ആ തെണ്ടി എൻ്റെ പേരോട് കൊടുക്കൂലർത്താതെ കത്തും കൊടുക്കണമല്ല. ആദ്യം അവനെ രക്ഷിക്കും. ഈശോ, ഫോണും എടുത്തില്ല. ഇതിൽ അങ്ങനെ പോയാ ഷോർട്ട് കട്ട്. എവിടെ പോയാലും പണി ചെയ്യാനാണ് എൻ്റെ വിധി. താനും കൊണ്ടുപോടാ. താന്ത്രോ വെട്ടോത്തേക്ക് കേട്ടു. അത് ഞാൻ എവിടെയോ കണ്ടു കാണും. ഞാൻ അവിടുത്തെ സ്റ്റേഷനിലെ കോൺസ്റ്റബിളാ. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തിട്ട് സാർ, എന്നെ അറസ്റ്റ് ചെയ്യില്ല സാർ. താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? താൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നില്ലേ? ഓ, അതിന്റെ വെരിഫിക്കേഷൻ വന്നത്. ആ അതായിരുന്നു. അപ്പോഴേ തൻ്റെ പേരിലെ കേസൊക്കെ എന്തായി? എൻ്റെ പേരിൽ ഒരു കേസുമില്ല സാർ. നല്ല കാര്യം. പിന്നെ പാസ്പോർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയിക്കും. ഓക്കെ, ശരി. ഓ ഈശ്വര, രക്ഷപ്പെട്ട്. അമ്മേ, ഇവന് ഭ്രാന്തായ. എടാ, നിന്റെ തിരക്ക് ഗണേശ് വന്നു. അല്ല, പോലീസ് വന്നു. ബാഗ് പാക്ക് ചെയ്തോ, നമുക്ക് നാട് വിടാം. ഈയേ, ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയല്ലേ. ഷോർട്ട് കട്ടൊക്കെ പിടിച്ച വന്ന് ഓടി ഉണ്ടിട്ടളിയാ. അങ്ങേര് ഇവിടെ വന്ന് ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീടെത്തി കാണും. നിന്നെ കൊണ്ടുപോയില്ലേ? എന്നെ എന്തിനു കൊണ്ടാണ്? അങ്ങനെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നേണ്. നീ പാസ്പോർട്ട് എടുത്തോ? പിന്നല്ലാതെ ഇവിടെ നിന്ന് എനിക്ക് വേണ്ടിട്ടു. ഞാൻ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിച്ചു. ഇവനും കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. എടാ, എൻ്റെ അടുത്ത് ഉഗ്രം പ്ലാനുണ്ട്. നിനക്ക് നാട് വിട്ടാൽ പോരെ? നമുക്ക് ശരിക്കും കോയമ്പത്തൂർ വിട്ടാലാ? തെണ്ടി